everyone. So, നമ്മളെ കഴിഞ്ഞ 5-8 മാസങ്ങളിലായിട്ട് ഭഗവത്ഗീത മുഴുവനും 701 ശ്ലോകങ്ങൾ കവർ ചെയ്തിരുന്നു. 35-36 ക്ലാസ്സുകളിലായിട്ടാണ്, ആഴ്ചകളിലായിട്ടാണ് നമ്മൾ തീർത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത് ആദ്യം അതിന്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഗീത ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ അതിൽ നിന്ന് 700-ൽ നിന്ന് ഒരു 10-ഓ 50-ഓ അല്ലെങ്കിൽ 30-ഓ 40-ഓ ശ്ലോകങ്ങളുടെ ഉള്ളിൽ എല്ലാ ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകളെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഉള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു സെഷൻ നടത്താമെന്ന് വിചാരിച്ചു. അപ്പൊ അതില് ആദ്യത്തെ സെഷനാണ്, ഫസ്റ്റ് പാർട്ടാണത്. കർമ്മയോഗത്തിന്റെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് തോന്നിയിട്ടുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളെ എടുത്തുകൊണ്ട് കോർത്തിണക്കിയിട്ടുള്ള ഒരു സെഷനാണെന്ന് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ പാർട്ട് 1. That doesn't mean that these are the only important slokas. This is my view of it, and I feel that a lot of these concepts of Karma Yoga is brought out from these 18 slokas, selected 18 slokas from 8 chapters, from 6 first 6 chapters. അത് എടുത്തിട്ട് എസ്പെഷ്യലി 2ാമത്തെ അധ്യായം മുതൽ 6ാമത്തെ അധ്യായം വരെ, അപ്പൊ 5 അധ്യായങ്ങളിലത്തെ എന്ന് വേണമെങ്കിൽ പറയാം. 1ാമത്തെ അധ്യായത്തിൽ കാര്യമായിട്ട് അർജുനന്റെ വിഷാദ യോഗം മാത്രമേ ഉള്ളൂ, അത് കാരണം അതെടുത്തിട്ടില്ല. അപ്പൊ അതിനെയാണ് കൺസൈസ് ഗീത പാർട്ട് 1 ആണെന്ന്, ദ പാത്ത് ഓഫ് ആക്ഷൻ കർമ്മയോഗ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളെ ഞാൻ ഈ സെഷനിൽ ഈ ശ്ലോകങ്ങളെ ഞാൻ ശ്ലോകങ്ങളുടെ ഓഡിയോവും കൂടി കേൾപ്പിക്കാം, ഓരോ ശ്ലോകത്തിന്റെയും 18 ശ്ലോകങ്ങളുടെയും. അപ്പൊ അത് പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മളെ ചെല്ലാൻ ശ്രമിക്കുക. അങ്ങനെ ആ 18 ശ്ലോകങ്ങളും നമുക്ക് നമ്മുടെ നാവിന് വഴങ്ങുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തുടങ്ങാൻ പോകുന്നത് 2ാമത്തെ അധ്യായത്തിലത്തെ 16ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാദ്യം നമുക്ക് കേട്ടിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാം. നാസതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. The unreal has no being. There is no non-being of the real. Those who realize the infinitude and eternity of the inner self perfectly understand this truth. അപ്പൊ ഇവിടെ നിന്ന് ഏറ്റവും വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതില് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും, എനിക്ക് തോന്നുന്ന ഈ ഹോൾ ഓഫ് ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ശ്ലോകമായിട്ട് തന്നെ ഇത് വരും. അപ്പോ ഇതിന്റെ ഒരു എന്താ ഒരു സത്ത് എടുക്കുകയാണെങ്കിൽ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ആക്ച്വലി ടെൽസ് യു അബൌട്ട് ദ ഇൻഫിനിറ്റ്യൂഡ് ദാറ്റ് യു ആർ. നമ്മളൊക്കെ ഉള്ള ആത്മാവ്, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ്, സെൽഫ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ സെൽഫ് എന്ന് വിളിക്കുന്നു, സംസ്കൃതത്തിൽ ആത്മൻ എന്ന് പറയുന്നു. ദാറ്റ് ആത്മൻ, അതിനെ പറ്റിയിട്ട്, അതിന്റെ ഇൻഫിനിറ്റ്യൂഡിനെ പറ്റിയിട്ടും അതിന്റെ നാശമില്ലായ്മയെ പറ്റിയിട്ടും ആണ് അതിന്റെ എറ്റേണിറ്റി. അതിന് മരണമില്ല, അതിന് ജനനമില്ല, അതിന് കൊല്ലാൻ സാധിക്കില്ല, തീ വയ്ക്കാൻ സാധിക്കില്ല, വെള്ളം കൊണ്ട് നനയില്ല, അങ്ങനെയൊക്കെയുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പറയുന്നുണ്ട് ഇതിനു ശേഷവും ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് തുടക്കം കുറിക്കുന്ന വിധത്തിൽ ആദ്യം തന്നെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന ഒരു മന്ത്രം ആണെന്ന് തന്നെ ഇതിനെ പറ്റി പറയാം നമുക്ക്. നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സതഃ. ദ അൺറിയൽ ഹാസ് നോ ബീയിങ് ആൻഡ് ദർ ഈസ് നോ നോൺ ബീയിങ് ഓഫ് ദ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇല്ലാത്ത ഒരു സാധനത്തിന് അസ്തിത്വം ഇല്ല, എന്നാൽ അതായത് സത്യമായിട്ടുള്ള ഒരു സാധനത്തിന് അസ്തിത്വമില്ലായ്മയും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സെൽഫ്, ആത്മാവിനെ എടുത്തു കഴിഞ്ഞാൽ ആത്മാവ് എപ്പോഴും ഉണ്ട്, അപ്പൊ അതിന് നാശം ഇല്ല. സോ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഇറ്റ് നോട്ട് ബീയിങ് എക്സിസ്റ്റിംഗ്. നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളിലുള്ള ആത്മതത്വം ഒന്ന് തന്നെയാണ്. ആ ആത്മതത്വത്തിന് ഒരു വിധത്തിലും ജനനവുമില്ല മരണവുമില്ല, അത് എപ്പോഴും ഉണ്ട്. So therefore there is no non-being of that self. ആ സെൽഫ് ഇല്ലാണ്ടിരിക്കുന്നില്ല, ആ സെൽഫ് മരിക്കുന്നില്ല. അതുമാതിരി സെൽഫ് അല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നും പെർമനന്റ് അല്ല, എല്ലാം നാശമുള്ളതാണ്. അപ്പൊ നാശമുള്ളതൊന്നും സത്യവും അല്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ആത്മതത്വത്തിനെ പറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ, ആ ആത്മതത്വം എന്ന് പറയുന്നത് നമ്മള് ആ ബ്ലൂ സ്ട്രിപ്പാണ് നമുക്ക് ആത്മതത്വമായിട്ട്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് എന്ന് വിചാരിക്കാം. എപ്പോഴും ഉണ്ടത്.
അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇന്നലെ, റൈറ്റ് സൈഡിലേക്ക് നാളെ, നടുവിലെ ഇന്ന് എന്ന് പറയുന്ന 3 ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഉള്ളതായിട്ടുള്ള ഒരു സംഗതിയാണ് സെൽഫ്. ആ സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് 2 ബൗണ്ടറീസ് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ്. 2 ബൗണ്ടറീസ് 2 ബൗണ്ടറീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറന്റ്ലി, അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ഒരു കറന്റ് ഇന്ന് currently we say that this Atman which is inside my body, അതാണ് ഞാൻ, ഈ ബോഡിയോട് കൂടിയിട്ടുള്ളതാണ് എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ. Currently, that in the present, but we forget that past, that it is already there, it was always there, and we also forget about the future, that the self never dies, it is always there, it is going to be always there. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. അതാ ഗീത ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ അർജുനന് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന സംഗതി ഇതാണ്. അവിടെ നിന്നാണ് ബാക്കിയെല്ലാം പിന്നീട്. അപ്പൊ യുവർ ഫിസിക്കൽ ഐഡന്റിറ്റി ഈസ് അൺറിയൽ. അതാണ് അൺറിയൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെർമനൻസ് ഇല്ല. ഇറ്റ് ഈസ് ഫ്ലീറ്റിംഗ് ഇൻ നേച്ചർ ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് അൺറിയൽ. അപ്പോൾ വേദാന്തത്തില് റിയൽ ആൻഡ് അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇത് ഈ കാണുന്നത് ഒന്നും റിയൽ അല്ല, എല്ലാം മായയാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാണ്ട് നമ്മൾ അതിനെ കേൾക്കുമ്പോഴാണ് ഇത് എന്താ ഈ പറയുന്നത് എന്നുള്ള ഒരു നമുക്ക് തോന്നൽ വരിക. ഇത് ഈ പറയുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായി മാറുന്നത് ബിക്കോസ് നമുക്ക് അതിന്റെ ടെർമിനോളജി തന്നെ അറിയാത്തത് കൊണ്ടാണ്. റിയൽ ആൻഡ് ദി അൺറിയൽ. വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് അൺറിയൽ? റിയൽ is something that is permanently there, that is real. And what is unreal? Unreal is something that is not present in all the 3 time frames, in the past, present and the future. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് അൺറിയൽ ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ബോഡി എടുത്തു കഴിഞ്ഞാലോ, ഇറ്റ് ഈസ് ദർ ഇൻ ദ പ്രസന്റ്, ഇറ്റ് കനോട്ട് ബി ദർ, ഇറ്റ് വാസ് നോട്ട് ദർ ഇൻ ദ പാസ്റ്റ്, ഇറ്റ് വിൽ നോട്ട് ബി ദർ ഇൻ ദ ഫ്യൂച്ചർ, therefore it is unreal. Anything you take, anything physically you take, it is unreal because it has got something that is born and continues to live for some time and then dies, is unreal. It is coming and going, just like the wave in an ocean. A wave in a permanent existence illa. That wave originates from that permanent ocean and then it subsides into the permanent ocean. Adu madri atmatattvam, infinite ആയിട്ടുള്ള ആത്മതത്വത്തിന്റെ ഉള്ളിലത്തെ ഓരോ വേവ്സ് ആണ് നമ്മളൊക്കെ. ആ വേവ്സ് അതിലേക്ക് തന്നെ ലയിച്ച് മാറും. So your physical identity is unreal. So നോൺ ബീയിങ് ആയിട്ടുള്ള അൺറിയൽ ആയിട്ടുള്ള സാധനത്തിന് ബീയിങ് ഇല്ല. ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള ഒരു അവസ്ഥ ഇല്ല. നമ്മളുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആണ് സെൽഫ്, ബട്ട് ഈസ് റിയൽ. Therefore there is no non being of the real. അതിന് ഇല്ലായ്മ ഒരിക്കലും ഉണ്ടാവുന്നില്ല. That is what this sloka talks about. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഭഗവത്ഗീത മുഴുവനും ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കലാണ്. When we really understand this, we have understood everything. Your identity, എന്താണ് മനസ്സിലാക്കാൻ? That identity is the self is eternal or self is infinite. എപ്പോഴും നമ്മളുണ്ട്. നമുക്ക് നാശമില്ല, നമുക്ക് ജനനമില്ല, നമുക്ക് മരണമില്ല. നമ്മളെല്ലാം എപ്പോഴും അസ്തിത്വത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. അതില്ലെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ ഇല്ലാണ്ടാവും. നമ്മളില്ലെങ്കിൽ യൂണിവേഴ്സ് ഇല്ല. So basically that is this. Okay, so your identity is the self. Self is eternal and self is infinite. Therefore, അപ്പൊ അങ്ങനെ ഈ സത്യം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ലോകത്തിലെ, ഈ ജീവിതത്തില് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. Therefore, അപ്പോ എങ്ങനെയാ മാറ്റാതെ? ക്യാരി ഔട്ട് യുവർ ഡ്യൂട്ടീസ്. അതിന് മാറ്റം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്യാരി ഔട്ട് യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദിസ് ലൈഫ് വിത്ത് സെൽഫ്ലെസ്നെസ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത്. വിത്ത് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്. യാതൊരു വിധത്തിലുള്ള വിദ്വേഷങ്ങളും ഒന്നും, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇതൊന്നും ഇല്ലാണ്ട് നിസ്വാർത്ഥമായിട്ട്, ആൻഡ് വിത്ത് സ്കിൽസ്, ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ്. വളരെ പ്രാവീണ്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഗീത നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് ഇനി ആ വഴിയിലൂടെയാണ്. അപ്പൊ അടുത്തത് എന്താണ്? So basically, therefore, carry out your duties in this life with selflessness, equanimity and dexterity. So that is being explained now. അത് 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 47, 48, 50 ശ്ലോകങ്ങളിലാണ്. Okay, let us listen to that also. कर्मण्येवाधिकारस्ते
मा फलेषु कदाचन मा कर्मफलहेतुर्भू मा ते सङ्गोऽस्त्वकर्मणि. And 48 says, योगस्थ कुरु कर्माणि सङ्गं त्यक्त्वा धनञ्जय सिद्ध्यसिद्ध्यो समो भूत्वा समत्वं योग उच्यते. And 250 continues to say that बुद्धियुक्तो जहातीह उभे सुकृत दुष्कृते तस्माद्योगाय युज्यस्व യോഗകർമ്മസു കൗശലം. ഈ മൂന്ന് ശ്ലോകങ്ങളിൽ അതിന്റെ ബ്രീഫായിട്ട് പറയാം. യുവർ അതോറിറ്റി ഈസ് ടു വർക്ക്. കർമ്മണ്യേവാധികാരസ്യ 247. This is one of the central slogas of the Karma Yoga. Your authority is to work. You have only the authority to do your work. You do not have any authority to specify the results from that work. Work, therefore, selflessly, without having an eye on the results, but with only on the process of doing the work. Don't work with the eye on the results. And because of that, just because that you do not have any authority on the results doesn't mean that you should be idle either. You should do your work. Inaction is not the answer. And then it says that equanimity of mind is Karma Yoga. കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെ മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാണ്ട് നമ്മള് സന്തുലിതാവസ്ഥയിൽ മനസ്സും ബുദ്ധിയും വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഡു ഓൾ യുവർ വർക്ക് by abandoning the attachment to the pleasures of the results attained. റിസൾട്ട്സ് കിട്ടുന്നതിന്റെ അതിൽ നോക്കിയിട്ട് അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവരുത്. ബി മോട്ടിവേറ്റഡ് ഓൺലി ബൈ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആത്മതൃപ്തി ഉണ്ടാവണം. ആ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടാവണം നമ്മൾ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്. ബീയിങ് ബാലൻസ്ഡ് ഇൻ സക്സസ് ആൻഡ് ഫെയിലിയർ. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയാലും ജയിച്ചാലും തോറ്റാലും എന്തായാലും സന്തോഷത്തോടുകൂടി അതിന്റെ ഫലങ്ങളെ പ്രസാദഫല ഭാവത്തോടുകൂടി ആസ്വദിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദിസ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ഈസ് കോൾഡ് കർമ്മയോഗ. ഇങ്ങനെ കർമ്മങ്ങളെ നോക്കി കാണുന്നതിനെയാണ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. And in the 250 it says that dexterity of skills is karma yoga. Endowed with this wisdom of equanimity and selflessness, you will cast off immediately the mental trepidations of hope and despair of good and bad work. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ നിന്ന് നമുക്ക് ജയമാണോ വിജയമാണോ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലാണ്ട് നമുക്ക് മനസാന്നിധ്യത്തോടു കൂടി പ്രവർത്തിക്കാനും അതുകൊണ്ട് നമുക്ക് അതിൽ ഫോക്കസ് കിട്ടാനും ആ ചെയ്യുന്ന ജോലിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയും അതിൽ പ്രാവീണ്യം നേടാനും നമുക്ക് സാധിക്കും. ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് ഈസ് കർമ്മയോഗ ആൻഡ് ഇറ്റ് ഈസ് അറ്റൈൻഡ് ത്രൂ ഇക്വാനിമിറ്റി. അത് ഇക്വാനിമിറ്റിയും മനസാന്നിധ്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് ഉണ്ടാവുള്ളൂ. അതായത് പ്രാവീണ്യം, കർമ്മ പ്രാവീണ്യം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സോ ഡു ദാറ്റ്. ദാറ്റ് ഈസ് കർമ്മയോഗ. സോ ഇനി ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇക്വാനിമിറ്റി ഒക്കെ ചെയ്ത് ലോസ് ആൻഡ് ഫെയിലിയർ, ഐ മീൻ ലോസ് ആൻഡ് ഗെയിൻ, സക്സസ് ആൻഡ് ഫെയിലിയർ, ഇതൊന്നും ഉണ്ടായാലും അത് പ്രസാദഭാവത്തോടുകൂടി സ്വീകരിക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള മനസാന്നിധ്യം എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ ഫലത്തിന് വേണ്ടിയിട്ടാവരുത്. ഇറ്റ് ഷുഡ് ബി എയിംഡ് അറ്റ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ് ഓൺലി, ദ പ്രോസസ് ആൻഡ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അത് ഈ ആഗ്രഹങ്ങള് നമ്മുടെ മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് വി ഓൾവേസ് ബ്രൂഡ് ഓവർ ഇറ്റ്, ഡിസയർ, വി ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദോസ് റിസൾട്ട്സ് and then we brood over those results. If you don't get it, then we get angry, which leads to delusion, thinking wrong thinking, and therefore you will be bewildered in action and your reasoning power gets destroyed and therefore you get to deviate from the right path. ഇതാണ് സംഭവിക്കുന്നത്. So adu paadilla, and that is what the next important sloka says. 262 and 263 says this. Let's chant that and then look at that. ध्यायतो विषयान् पुंसः सङ्गस्तेषुपजायते सङ्गात् सञ्जायते कामः कामात् क्रोधो विजायते. And 263 continues the results.
of such action. क्रोधात् भवति सम्मोहः सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. So you develop attachment to sense objects by brooding, thinking of that sense objects. Desire for those sense objects come from the attachment to those objects. And anger comes from unfulfilled desires. അത് കിട്ടാണ്ടാവുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. Delusion and wild ideas arise. അപ്പൊ ആ ദേഷ്യം വരുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തെറ്റായി മാറുകയാണ്. നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. The mind is bewildered by delusion. അതാണ് delusion എന്ന് പറയുന്ന സ്റ്റേറ്റ്. Reasoning is destroyed. നമ്മുടെ ബുദ്ധിയുടെ ശക്തി അവിടെ നാശം സംഭവിക്കുന്നു. Because the mind is bewildered, and you deviate from the right path when reasoning is destroyed and man perishes. അങ്ങനെയാണ് നമുക്ക് നാശം ഉണ്ടാവുന്നത്. So that is called as the ladder of fall. That's one of the famous couple of slogas which describes the ladder of fall, how you fall down from grace. And when you fall down from grace, your peace and tranquility is destroyed. അപ്പൊ അത് ഇല്ലാണ്ട് നമ്മള് equanimity of mind and dexterity of skills അതിൽ നമുക്ക് നിൽക്കണമെങ്കിൽ, and to get peace and tranquility, then you have to control your senses. നമ്മളുടെ സെൻസ് കൺട്രോൾ ഉണ്ടാവണം. സെൻസസ് എന്ന് പറയുമ്പോൾ മനസ്സ്, പിന്നെ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ, അതിലേക്ക് മനസ്സിനെ അതിന്റെ പുറകെ പോവാണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. വിതൗട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. സോ that now is described in that the rest of these things. I have just thought I will describe that. Control of the senses and no likes and dislikes. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ what happens is you reach peace and tranquility. മനസ്സിന് സമാധാനം ഉണ്ടാവും ഈ സമയം ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. And that leads you to have a steady intellect and which is free from grief. നമുക്ക് നഷ്ടങ്ങൾ വന്നാലും നമുക്ക് സാരമില്ലാതെ അതൊക്കെ നമ്മളൊരു സ്ട്രൈഡിൽ എടുക്കുന്നു. അപ്പൊ നമ്മൾ we don't really get grieved by our actions and the loss of success, the required results, etc. അപ്പൊ അത് ആൻഡ് റിസൾട്ട്സ് കിട്ടിയാലും അതെ നമ്മളെ വല്ലാണ്ട് ഓവർബോർഡ് ആയിട്ട് we don't go overboard. So that gives a steady intellect. ഈ steady intellect results in joys of the self and in a state of flow in your action, because you are peaceful and your intellect is steady and you are free from sorrows, etc. You are equanimous and therefore you are entrenched in the joys of the self and reach a state of flow. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് മറ്റുള്ളതിനെ പറ്റിയിട്ടൊന്നും വ്യാകുലപ്പെടാണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനസ്സാന്നിധ്യം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. So the peace and tranquility normally is destroyed by the sense perceptions of sound, touch, taste, smell, etc. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, സെൻസ് ഓർഗൻസ് വഴി ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ്, ആത്മാവിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. പീസ് ആൻഡ് ട്രാങ്കുലിറ്റീസ് ആർ ഡിസ്ട്രോയിഡ് അങ്ങനെ വരുമ്പോൾ. സോ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് എ സ്റ്റഡി ഇന്റലക്ട് വിത്ത് നോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചിലവർക്ക് ഇത് ഈ പീസ്ഫുൾനെസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ചിലവരെപ്പോഴും അതിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അത് വളരെ 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 പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ദ ജോയ്സ് ഓഫ് ദ സെൽഫ് that light up the perception of the person of perception is never understood by the average people. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരു സന്തോഷമാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് the pleasures that light up the average will never excite the perfect. ആവറേജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സന്തോഷങ്ങൾ, അവരുടെ BMIയുടെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഈഗോസെൻട്രിക് ആയിട്ടുള്ള സന്തോഷങ്ങളിൽ നിന്ന് സുഖം കിട്ടുന്നത് വേറൊരാൾക്ക് കിട്ടുന്നത് കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ അതായത് ആത്മതത്വത്തിൽ, ആത്മനിർവൃതിയിൽ എപ്പോഴും ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വാർത്ഥനായിട്ടുള്ള ഒരാൾ പ്രവർത്തിക്കുന്ന ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്വാർത്ഥനായിട്ടുള്ള ഒരാൾക്ക് ആത്മനിർവൃതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സന്തോഷവും സമാധാനവും കണ്ടാലും മനസ്സിലാവില്ല എന്ന് പറയുന്നത് ആണ് ആ രണ്ടാമത്തെ അധ്യായത്തിൽ വന്ന് അവസാനിപ്പിക്കുന്നതാണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഇത് നമ്മൾക്ക് ഇതൊന്നും അയ്യോ ഇതൊക്കെ എങ്ങനെയാ ബുദ്ധിമുട്ടാണെന്നേ തോന്നുള്ളൂ. എങ്ങനെയുള്ളവർക്ക്, സ്വാർത്ഥന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ സ്വാർത്ഥതയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് മനസ്സിലാവാനും സാധിക്കില്ല. ഇത് അങ്ങനെ ഇതിന്റെ സ്റ്റേറ്റ് ആണ് നമ്മളിത് ആ അധ്യായത്തിൽ കണ്ടിരുന്നു. നമ്മള് ഒരു ഷോക്ക് ഒബ്സർവർ മാതിരിയാണ്. ഈ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു ഷോക്ക് ഒബ്സർവർ ആണ് ലൈഫിൽ.
അതില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരം, മനസ്സും, ബുദ്ധി എപ്പോഴും ചഞ്ചലം ആയിരിക്കും, എപ്പോഴും. അത് ആ ഷോക്ക് അബ്സോർവർ ഇല്ലാത്തത് കാരണം. So the moment you put that shock absorber here, you put the shock absorber, which is the knowledge of the self, into your life, then you have a smooth ride. Okay, so the atma vijnanam, atmajnanam എന്ന് പറയുന്നത്, it is the shock absorber of your life, which gives you a smooth ride in your life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർവറാണ് നമ്മളുടെ ആത്മാവ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ knowledge of the self is the shock absorber. So the whole purpose of Bhagavad-Gita and the whole purpose of our life is to develop the shock absorber of our life. That is the knowledge of the self. ഇനി ഇങ്ങനെ ഷോക്ക് അബ്സോർബർ വെച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലി നമ്മളുടെ ജീവിതത്തിൽ നിസ്വാർത്ഥമായിട്ടും മനസ്സന്തുലതയോടുകൂടിയും പ്രാവീണ്യത്തോട്, കർമ്മത്തിലുള്ള കുശലതയോട് കൂടിയിട്ടും നമുക്ക് ചെയ്യാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള സാക്രിഫൈസ്, യജ്ഞം ആയി മാറും. That becomes the yajna in your life. Every action that you carry out in this manner becomes an yajna, and this yajna is nothing but Brahman working through you. Brahman, infinite, Ishwaran, Ishwaratvam, the infinitude is working through you, means you are working in this world with selfless attitudes, with equanimity of mind and dexterity of skill, always rooted in steady intellectual knowledge of the self. Atma tattvathil ലയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ഷോക്ക് അബ്സോർവർ വെച്ചുകൊണ്ട് ജീവിക്കുക. That is, then all your actions become yajna, sacrifices ആയി മാറുന്നു. And sacrifices are nothing but the reflections of the Brahman within us. So let us look at that now, the two slokas that describe that. Annad bhavanti bhutani parjanyadanna sambhavaha yagyat bhavati parjanyo yagya karma samudbhavaha. And continuing, karma brahmodbhavam vidhi brahmakshara samudbhavam tasmat sarvagatam brahma nityam yajne pratishthitham. So what it says is that it is giving you the path of sacrifice. The path of sacrifice, how does it take place? It's the infinite, the imperishable, the eternal self. The Brahman is the source of all the manifested universe, and therefore our existence. Nammളുടെ existence നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് ആത്മതത്വം തന്നെയാണ്. That universal self enlivens every being in this world. ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ബ്രഹ്മതത്വം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. The enlivening power manifests physically as the power to create, produce and destroy. ആ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനായി, ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശക്തികളായിട്ട് നമ്മളുടെ ഉള്ളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. These powers are the basis for all actions that we take. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ പറയുന്ന മൂന്ന് ശക്തികളാണ്: ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ദ പവർ ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഈവിൾ. ഇത് നമ്മളുടെ ഉള്ളിലൂടെ, ദാറ്റ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൽഫ്, Brahman, infinite ആയിട്ടുള്ള Brahman, which is the self, is working through us, the imperishable becoming the universe, and within the universe as the individual self in each one of us, and powering us through, giving us the powers of Brahma, Vishnu and Maheshwara, creativity, productivity and the power to destroy the evil, and that energy becomes the action. അതാണ് ആക്ഷൻ ആയി മാറുന്നത്. അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമാണ് ആക്ഷൻ ആയിട്ട് വരുന്നത്, നമ്മളുടെ പുറത്തേക്ക് വരേണ്ടത്. That then becomes sacrifices, which creates a fertile environment for the whole world, for a sustainable world, and that is how the beings should be working. Instead, because of selfishness and ego, this gets deviated. That is the problem. The path of sacrifice is thus described, and this is how Brahman is reflecting through each one of us as sacrifices. നമുക്ക് അപ്പോൾ ഈശ്വരനെ സാക്ഷാത്കരിക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളുടെ പ്രവർത്തന ശൈലി കർമ്മയോഗിയായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് യജ്ഞങ്ങളായി ഭവിക്കുന്നു. ആ യജ്ഞങ്ങളാണ് ശരിയായിട്ടുള്ള ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ലക്ഷണം. അതിന്
അപ്പൊ അതെങ്ങനെ ഇനി ഫർദർ, അപ്പൊ അതെങ്ങനെയാണ് ഇനി അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ യജ്ഞങ്ങളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ദി ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് സ്ട്രെങ്തൻ ദി സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ് ഇസ് ഫോർഫോൾഡ്. 4 വിധത്തിലാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ 4 വിധത്തിലുള്ള അത് യജ്ഞങ്ങളെ പറ്റിയിട്ടാണ്. അത് എന്തൊക്കെയാണ്? യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദഭാവങ്ങളാണ്. യജ്ഞഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് സർവീസ്, കോപ്പറേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. And Tyagabhava എന്ന് പറഞ്ഞാൽ it is all about giving and giving up and then making sacrifices. Samarpanam, making dedicated with dedication and every act being an offering of worship. And with Prasadabhava, accepting and whatever you get it, take it as prasada and strive to go ahead, look ahead and move ahead. അതാണ് പ്രസാദഭാവം. ഇങ്ങനെയുള്ള 4 ഭാവങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ അപ്പൊ നമ്മൾ ആ കോൺസെപ്റ്റ് ബ്രഹ്മൻ തന്നെയാണ് സാക്രിഫൈസ്. ആ സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ആ സാക്രിഫൈസസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഭാവങ്ങളാണ്. ആ ഭാവങ്ങളിലൂടെയാണ് ആ സാക്രിഫൈസ് പ്രവർത്തിപ്പിക്കേണ്ടത്. ആ ഭാവങ്ങൾ എന്തൊക്കെയാണ്? യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദ ഭാവങ്ങളാണ്. അതാണ് കർമ്മയോഗത്തിന്റെ 4 ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പിന്നീടുള്ള ഡിസ്ക്രിപ്ഷൻസ്. റെസ്റ്റ് ആർ ഓൾ ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസിലല്ല നമ്മൾ ഇവിടെ കിടക്കുന്നത്, നമ്മൾ അതിന്റെ ത്രെഡിൽ കൂടെ കടന്നു പോവുകയാണ്. ഇത് മുഴുവൻ നമ്മൾ 700 ശ്ലോകങ്ങളിൽ കണ്ടതാണ്. സോ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, ഇനി പ്രവർത്തിക്കുമ്പോൾ അതിന് ഔട്ട്പുട്ട് ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ എങ്ങനെയാണ്, ഹൗ ഷുഡ് ബി ആക്ച്വലി റിയലി ലുക്ക് അറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് കോൾഡ് as the secret of success defined by Bhagavad-Gita in the sloka 330. That is enumerated next. 330 എത്തുമ്പോഴേക്കും സീക്രട്ട് ഓഫ് സക്സസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. So let us look at that. That sloka says, Mai sarvani karmani sanyasyaatmachedasa nirashirnirmamo bhutva yudvasajikatachvara. So renouncing the results of all our actions to the joys of the self, with the mind fully centered on that self, carry out your work now without any agitations, with no regrets of the past and any anxieties about the future. This is the secret of success in action. 330. But basically it is because it's, if you look at the way we human beings work, our minds work, our brains work, we work based on our experiences, the memories, and we also work because of expectations. Namakku desires drive us, therefore the expectations come into the picture, and the memories play a significant role in us. Experiences, the memories that we store up. And but then this can be controlled through higher order thoughts, and also it is controlled through emotions. Emotionsum higher order thinking ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈ മെമ്മറിയിൽ നിന്നും എക്സ്പെക്ടേഷൻസിനും ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ if you really look at expectations lie in the future. So don't be anxious about those things. Memory is from the past. So do not have any regrets about the past, but focus in the present. In the present, emotions, our emotions have to be controlled. And your thought processes have to work properly in the present. അപ്പൊ ഈ 3 സംഗതികൾ, ഈ 3 എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യേണ്ട വിധമാണ് ഇവിടെ കർമ്മയോഗത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ without any regrets of the past and with no anxieties about the future and with no agitations in the present, you work with focus. Use the now to the best of your abilities, the present. So mai sarvani karmani, all actions set on the self, meaning all the actions should not be directed, none of the actions should be directed towards your outside results for your selfish means, but for your inner satisfaction. Sanyasadhyatmachedasa, dedicating everything to that self. You dedicate everything to that atma nirvriti. Adinu vendittu matram pravartikka with and fully centered on the self. Nammada body, mind and intellect alla ende chinda. I am looking at the atma tattva. Angane pravartikkananu parayunnathu. Renouncing the results of all your actions to the joys of the inner self, with mind fully centered on the self. Do your actions. That selfishness, throw out selfishness. Which selfishness is because of the ego powering our body, mind and intellect. The ego, when it powers our body, mind and intellect, we become selfish. Instead, what is required is for the atma, the self, to project your body, mind and intellect to selflessness. അങ്ങനെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ
we are powered by intrinsic motivations and not by extrinsic motivations. And that is, called as supremely powered by the choice of the self. That's one of the sections of that sloka. And the next half is talking about Nirashi, Nirmamatvam, Vigadajwaraha. And the conditions. One is without selfish expectations. And I, my feel, Nirmamaha, Nirasha, Nirashi, Ashagal, selfish, selfish expectations. And Nirmamaha, not me. BMI and other pleasures are in the I, my feelings, then day, Nike. And with Vigadajwara, without any agitations of the mind. Mind's agitation, shunning the dissipation of energies should be avoided, and you focus in the present without any anxieties of the future, with no egos. The ego is basically the representation of your past, and that ego, shunning the ego, and trepidatious or the anxieties of the present, agitations of the present. Trepidatious. So focus on the power of now. Your present is because of your past. Past aanu nammale ivide innu ethichirikkunnathu. The past is gone, and there is no point in being regretful about that. Your future depends on what you do now. Future is yet to come, but what is available to you is the present. Therefore, focus should be on the present. That is the formula for success in any action in this world. There are 4 categories of people who are engaged in such actions. And those 4, based on the work and aptitudes, they are classified. And that classification is now explained. 13th sloka. Chaturvarnyam maya srishtam guna karma vibhagashaha tasya kartaramapi mam vidya kartaramavyayam. So it says the 4 divisions of human society is based on aptitude and vocation, and were created by the powers of the self. Powers of the self, when it energizes the body, mind, and intellect, brings out the qualities of the body, mind, and intellect. So that is basically what the self is not responsible for the specific qualities that you exhibit. It is only bringing out what is inherent there. The nature is brought out. Though the self is the author, therefore the self is the author of the system, but it is not responsible for it. What is responsible? That it is the gunas are the responsible factors that make you act in a particular manner. Self does nothing, and the self is eternal. That is basically what you should understand. The actionlessness of self is described here. So for the knowledge, ignorance, and projection, the gunas, Satugunam, Tamoguna, and the Rajoguna, knowledge, ignorance, and projection, working through the qualities of our mind, the properties of our mind, or the actions, the capabilities of our mind, of observation, description, describing, explanation, interpretations, and all those. The thought power of our mind is influenced by knowledge, ignorance, and the projection, Saturajas Tamogunas, and then make us work in different ways of productivity, gainfulness, skills, and creativity. That is basically the 4 types of things: the Brahmins, Kshatriyas, Vaishyas, and the Sudras. Brahmins, the creative side; Kshatriya, the productive side; Vaishya, the gainful side; and Shudra, the skilled side. These 4 qualities are 4 vidathilulla supreme qualities of productivity, creativity, dexterity, and economical work. This 4 ആവശ്യമാണ്. ഈ 4 വിധത്തിലും നമുക്ക് എക്സൽ ചെയ്യാൻ സാധിക്കും. And we are using this knowledge, ignorance, and projection in different manners, different combinations to create these 4 types of people. In order, 4 types of people are not separate classes. It is each one of us can be in any of these categories at a given point in time. We can fluctuate between one and the other. Even in man-made systems, you can see this. Nammala indakittulla systems, Manushan, Ishwaran നിർമ്മിച്ചതായിട്ടുള്ള ഒരു ക്രിയേഷൻ, മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള systems and processes, അതിൽ നമുക്ക് ഈ 4 കാണാൻ സാധിക്കും. Where it is basically all this ഗുണകർമ്മങ്ങളെ കൊണ്ടുണ്ടാവുന്ന classes, the Brahmins, the Kshatriyas, the Vaishyas, and the Shudras are basically in the systems that we create. Also, we can see these 4 classifications of science, engineering, technology, and
ടൂൾസ് എന്ന് പറയുന്ന 4 ക്ലാസിഫിക്കേഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റത്തിൽ ഇതിനെ കർമ്മത്തിന്റെ ആക്ഷൻ, ദ വേൾഡ് ഓഫ് ആക്ഷൻ ഈസ് ബേസിക്കലി ടാർഗറ്റഡ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂസീവ്നെസ് ആൻഡ് എൻറിച്ച്മെന്റ്. Those are the ultimate goals for all the actions that we carry out in this world. These are the reflections of the infinite. Brahman, the infinite ആയിട്ടുള്ള ബ്രഹ്മം, ബ്രഹ്മത്തിന്റെ റിഫ്ലക്ഷൻസ് ആണത്. This യജ്ഞ ഭാവം, അത് ultimately in action it comes about as sustainability, inclusiveness and enrichment. So Brahman is, what is Brahman? Brahman is rooted in sustainability, inclusiveness and enrichment. അതാണ് ആ ഒരു 4ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളിൽ വരുന്നതാണ് ഏറ്റവും. അതായത് everything amounts to the self expressing through you as yajna, and therefore the whole thing is Brahman only. That is described in this one of the famous mantras from Karma Yoga. We'll chant that. Brahmarpanam brahmavir brahmagnau brahmanahutam brahmaiva tena gantavyam brahma karma samadhina. Which is basically that self is that which gets translated into the offering. Self is the offering into this world from each one of us, because it is the self everywhere, and therefore we are tapping that self, milking the self and offering it as what of it becomes within you disciplines and discriminative capabilities. Then that becomes the offered, and that offering then becomes the offering of faith, dedication and focus, of sense control, equanimity and selflessness ആയി മാറുന്നത്. And that becomes selfless applications, reflections, knowledge and practice. Through practice, prioritization and love, becoming the offering of productivity, creativity and enrichment. They become the offered, and then ultimately it becomes the action. തീയായി മാറുന്നു. ആ നെയ്യ്, സെൽഫാവുന്ന നെയ്യിനെ നമ്മളുടെ യജ്ഞഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ആ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. ടു ആക്ഷൻസ് ഇൻ ദിസ് വേൾഡ്, തീയാക്കി മാറ്റുന്നു. അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. എല്ലാം, എവറിഥിങ് ഈസ് ബ്രഹ്മൻ. ആ ബ്രഹ്മമാണ്. സെൽഫ് ഈസ് ദി ഓഫറിംഗ്, സെൽഫ് ഈസ് ദി ഓഫേർഡ്. ദ ഓഫറിംഗ് ഈസ് poured into the self, into the fire of self. The self shall be realized by you who considers everything as a manifestation of self. നമ്മൾ ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ യജ്ഞഭാവത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, യജ്ഞങ്ങളായിട്ട് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ബ്രഹ്മത്തിനെ തന്നെ എടുത്ത് ബ്രഹ്മമാക്കി മാറ്റിക്കൊണ്ട് ബ്രഹ്മമായിട്ട് പ്രവർത്തിപ്പിച്ച് ബ്രഹ്മമായിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. That is basically what it is. Our translation process ആയിരിക്കണം. That is the sacrifices of transformations of the self എന്ന് പറയും. ഇത് തന്നെയാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഭക്തി എന്ന് ശരിക്കും പറയുന്നത്. ഭക്തി ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനെയാണ് ഭക്തി മനോഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഇൻസ്പയർഡ് പ്രോസസ്സസ് ഓഫ് ഡൂയിങ് തിങ്സ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ജ്ഞാനമാണ് ഉണ്ടാവേണ്ടത്. എന്ത് ജ്ഞാനമാണ് ഉണ്ടാവുന്നത്? ആത്മാവ് എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ബോധം ഉണ്ടാവണം ശരിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറകെ പോകുന്നതിന് പകരം ആത്മനിർവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോഴാണ്. The knowledge of the self is paramount and it can only be gained through inner and outer disciplines. അപ്പൊ ഇത് നമുക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ, അപ്പൊ ഇത് കർമ്മത്തിന്റെ ആ ഒരു പ്രോസസ്സ് പറഞ്ഞു. ഇനി ഇതെങ്ങനെ നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും? ഇതിന് there are inner and outer disciplines required for doing that. പുറമേയുള്ള ചില ഡിസിപ്ലിൻസും ആവശ്യമാണ്, അതുമാതിരി ആന്തരികമായിട്ടുള്ള ചില ഡിസിപ്ലിൻസും ആവശ്യമാണ്. അത് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻഷൻ നൗ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. And the outer is described, now the inner. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരസംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം
achirenadhigacchati. So that's the knowledge of the self, and for that matter, any knowledge is available or can be made available to any one of us within our minds through respect, inquiry, and service to all the knowledge sources and knowledge and the ability to acquire. Respect to that, being inquisitive, asking questions, and finding out what each of your clarifications should be really sought, and doing and applying that knowledge for the service of mankind. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആകുമ്പോഴാണ് ആത്മതത്വത്തിൽ തന്നെ നമ്മൾ പ്രതിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ആത്മാവ് എന്താണെന്നുള്ള ബോധവും അനുഭവവും ഉണ്ടാവും. ആത്മാവിന്റെ അനുഭവമാണ് അപ്പോൾ ഉണ്ടാവുന്നത്. ഇനി ആ ജ്ഞാനം കിട്ടണമെങ്കിൽ വേറൊന്ന് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ, ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന 3 ഇന്നർ ക്വാളിറ്റീസും കൂടി ഡെവലപ്പ് ചെയ്യണം. മറ്റത് ഔട്ടറാണ്. റെസ്പെക്ട് ചെയ്യുക, ഇൻക്വയറി ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ആ പുറമെ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ഡിസിപ്ലിൻസും. ഇനി ആന്തരികമായിട്ടുള്ള ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്, ബിലീഫ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് വിശ്വാസം വേണം. അതായത് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, ജ്ഞാനത്തിനോടുള്ള വിശ്വാസം, ജ്ഞാനം തരുന്ന ആളോടുള്ള വിശ്വാസം, ഇതൊക്കെ ഉണ്ടാവണം. അത് മാത്രമല്ല, ഇനി അത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്, therefore I want to really understand, അത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫെയ്ത്ത്, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ്, ഇതിനോടുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ വെറുതെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യലാവരുത്. ആൻഡ് ഓൾസോ സെൽഫ് കൺട്രോൾ, അതിന് വേണ്ടിയിട്ടുള്ള മനസ്സിന്റെ പ്രിപ്പറേഷൻസ്, സെൽഫ് കൺട്രോൾ, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഇക്വിപ്പോയിസ് ഓഫ് യുവർ ഇന്റലക്ട് ഈസ് റിക്വയർഡ്. സെൽഫ് കൺട്രോൾ ഇതുണ്ടെങ്കിൽ we can get that knowledge. And for that you have to approach a teacher. Who is that real teacher? That real teacher is Brahmanishta, as well as he is the one who is well established in the Atman, Brahmanishta, and also he is established in the Srotriya enna paraya. It is established in the knowledge. ഏത് knowledge ആണെങ്കിലും, ആത്മാവിന്റെ നോളജിലാണെങ്കിലും, ആത്മജ്ഞാനത്തിലാണെങ്കിലും, അതുപോലെ ലൗകികമായിട്ടുള്ള ജ്ഞാനത്തിലായാലും എല്ലാത്തിലും ഈ പറയുന്ന ക്വാളിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് ബേസിക്കലി therefore it is a fundamental definition of a teacher who is a dispeller of ignorance, guru, and has got the qualifications of having rooted in knowledge, being rooted in knowledge, identified with knowledge, as well as experiences of that knowledge, which is the practical application of that knowledge. And he is the one who removes the ignorance of Atma, or he is also the remover of any knowledge, ignorance about any knowledge. അപ്പൊ അത് ഇല്ലാണ്ട് ഇഗ്നറൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരാള്, അതാണ് ഗുരു. And he has the duty, the guru has the duty of bestowing knowledge on shishyas by actually answering the questions of the shishyas. This in terms of, in relation to the shishya, the student. What are the knowledge deficits of the student, and how did it come about, and how does it continue to exist, and how can you get out of it? What is false knowledge, what is right knowledge, and how do you differentiate between the false and the real, the untruth and the truth? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഗുരു. And gurus normally will be approached by students. Therefore, the students also should have certain qualities for really understanding that, or really getting knowledge. And the gurus should actually differentiate students who have that. And when the student is ready with those things, only the real knowledge can be imparted. And what are they? There are 4 things: discrimination, dispassion, kshamadi, shatka sambati, 6 mental qualities, and passion to break free, mumukshutvam എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി കൂടി ഉണ്ടാവണം. ഇതിൽ ക്ഷമാദി ഷഡ് സമ്പത്തി എന്ന് പറയുന്ന 6 മെന്റൽ ഫാക്കൽറ്റീസ് എന്തൊക്കെയാണ്? മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, വിത്ഡ്രോവൽ, ദ പവർ ടു വിത്ഡ്രോ യുവർ മൈൻഡ് ഫ്രം ഡിസ്ട്രാക്ഷൻസ്, ഫോർബിയറൻസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്, ഫെയ്സ് ആൻഡ് കോൺസെൻട്രേഷൻ. ഇതൊക്കെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റുഡന്റിനാണ് സാധാരണ ജ്ഞാനം സമ്പാദനം എളുപ്പമായി മാറുന്നത്. അങ്ങനെ ജ്ഞാനം സമ്പാദിച്ച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ the path to perfection in existence and being rooted in the self. How do you get that? By giving up selfishness and anger എന്നുള്ളതാണ് summary. By giving up selfishness, anger, the path to perfection is opened up. That is now being explained. Yukta karma phalam tyaktva shantimapnoti naishtikim ayukta kamakarena phale sakto nibadhyate. And 526 it continues that kama krodha viyuktanam yatinam yata chetasam
अभितो ब्रह्मनिर्वाणम् वर्तते विदितात्मना. So it says that if we are equanimous and equipoised, by renouncing all selfish interests and goals, we will attain perfection and peace of mind, which is the characterization of devotion. Okay. On the other hand, if we are swayed and distracted by the likes and dislikes, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നമ്മളെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ and attached to those outcomes, ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അനിഷ്ടങ്ങളായിട്ടുള്ളത് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, we will be bound by the limitations of our actions. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എടുത്ത് മാറ്റണതിനെ പറ്റിയിട്ടാണ് ഇവിടെ കർമ്മസന്യാസമാണത്. And if we have renounced those selfish desires and anger, karma sannyasa, and have subdued our mind and the senses and have tasted the happiness of the joys of the self, then we are sure to attain the state of perfection. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ എത്താനായിട്ടുള്ള ഫണ്ടമെന്റൽ മെത്തേഡ്സ് ആണ് ഈ കർമ്മയോഗത്തിൽ പറഞ്ഞു തന്നത്. The state of perfection, to reach that state, the path is the state, reaching the state of renunciation, karma sannyasathilettana, which is the reflection of infinitude, making you unbound and liberated. അങ്ങനെ ചെയ്യുന്നതാണ് ബ്രഹ്മത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത്, powered by the joys of the self. That is what it is. So how does it happen? It happens like this, because the self working through our subtle mind, through rational intellect, through emotional mind, through the physiology and senses and body. അതായത് ആ പഞ്ചകോശങ്ങളിലൂടെ ആത്മതത്വം പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നർ മോസ്റ്റ് ആനന്ദമയ കോശം, റാഷണൽ മൈൻഡ് വിജ്ഞാനമയ കോശം, ഇമോഷണൽ മൈൻഡ് മനോമയ കോശം, ഫിസിയോളജി പ്രാണമയ കോശം, ആൻഡ് സെൻസസ് ആൻഡ് ദ ബോഡി ദി അന്നമയ കോശം. അങ്ങനെ പ്രവർത്തിച്ച് പുറത്തേക്ക് ആക്ഷൻസ് ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ 5 കോശങ്ങളിലൂടെ. അപ്പോ ആ സട്ടിൽ മൈൻഡാണ് ഇറ്റ് ഇസ് ദ റൂട്ട് കോസ് ഫോർ ഓൾ ദി സെൻസ് ഓഫ് ഹാപ്പിനെസ് വിത്തിൻ us. അതുകൊണ്ടാണ് അതിനെ ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അതില് ഈ ആനന്ദത്തിന്റെ ഫിസിക്കൽ രൂപങ്ങൾ എന്തൊക്കെയാണ്? ഓഫ് പ്രിയ, മോദ ആൻഡ് പ്രമോദ. വാസനകളിലൂടെ പ്രിയ, മോദ ആൻഡ് പ്രമോദത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓഫ് ആന്റിസിപ്പേഷൻ, അറ്റൈൻമെന്റ് ആൻഡ് എൻജോയ്മെന്റ്. ഒരു സാധനം കിട്ടാനായിട്ടുള്ള ഒരു ആന്റിസിപ്പേഷൻ, കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അത് ആസ്വദിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. ഇങ്ങനെ 3 വിധത്തിലുള്ള സന്തോഷങ്ങളെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലാക്കി മാറ്റുന്നു വാസനകൾ. ആൻഡ് ദ ഇന്റലക്ട് ടേക്സ് ഓവർ the ownership of it, ego ഉപയോഗിച്ച്, ഈഗോവും പിന്നെ then judgment of your likes and dislikes etc, and mind becoming worried, indecisive, passive or whatever. അതിൻ്റെതായിട്ടുള്ള മനസ്സിൻ്റെതായിട്ടുള്ള വ്യാകുലതകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് ഫിസിയോളജിക്കൽ പ്രോസസ്സിലൂടെ ഹങ്കർ, തേഴ്സ്റ്റ്, ടയർഡ്നെസ് ആൻഡ് പവേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എക്സെട്ര അത് എന്നിട്ട് സെൻസസിന്റെ ഉള്ളിൽ കൂടി പ്രവർത്തിപ്പിക്കുന്നു, കേൾക്കാനും ഒക്കെ ആയിട്ട്. ആൻഡ് ഓൾസോ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെയിറ്റ്, ജെൻഡർ, കളർ എക്സെട്ര. ഇങ്ങനെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് ഓൾ ദിസ് ഹാപ്പിനെസ് ത്രൂ ദ സെൻസസ് മേക്കിംഗ് യു tied to your body, mind and intellect is how average human beings perform in this world, and therefore they do not attain perfection. They do not get liberated from the bondage of action. അത് മാറ്റണമെങ്കിൽ അതാണ്, that is what is called as attached action എന്ന് പറയുന്നത്. So the pleasures of the intellect, mind, physiology, senses and the body, of emotions, doubts, feelings and memories, the knowledge, reflections, analytical capabilities and judgments and perception, working through emotions, doubts, feelings and memories, and providing energy, vigor of speech etc, and strength and skills etc. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് അതിൽ നിന്ന്, അപ്പോൾ നമുക്ക് ആ അറ്റാച്ച്മെന്റ് ടു ദ ഫിസിക്കൽ, ദ ഇന്റലക്ച്വൽ മൈൻഡ്, ഫിസിയോളജി ആൻഡ് സെൻസസ് ആൻഡ് ദ ബോഡി എന്ന് പറയുന്ന സെൽഫിഷ് ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റി rooted in the joys of the self, if we can work detached, therefore sustainable joys of the self is powering our actions in this world through wisdom, discrimination and dispassion, equanimity, moderation and balance എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസ് ആയിട്ട് മാറുന്നു. ആത്മതത്വം നമ്മുടെ ഉള്ളിലൂടെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈഗോ ഈസ് സബ്ലിമേറ്റഡ്, ആൻഡ് when ego is sublimated, you are in a state of perfection. അതാണ് കർമ്മസന്യാസത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള നമ്മളുടെ ഗീതാ തത്വം. So attached actions and detached actions. The attached actions are powered by happiness of anticipation, attainment and enjoyment of sensory pleasures, whereas detached actions is the happiness of anticipation, attainment and enjoyment of the joys of the self. ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള
പ്രവർത്തനങ്ങളായിട്ട് മാറുന്നതിനെയാണ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ എന്ന് പറയുന്നതും. നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് അറ്റാച്ച്ഡ് ആക്ഷൻസും ആയിട്ട് മാറുന്നു. അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, you know what is attached action, what is detached action. When you are working with detached action, then we are on the path to perfection. അങ്ങനെ അറ്റാച്ച്മെന്റ് ആൻഡ് റിനൗൺസിയേഷൻ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റുകളാണ്. ദ സ്റ്റേറ്റ് ഓഫ് സെൽഫിഷ്നെസ് ഈസ് അറ്റാച്ച്മെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് സെൽഫ് ഈസ് ഡിറ്റാച്ച്മെന്റ് ഓർ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ആക്ഷൻസ് ബിക്കം അൺലിമിറ്റഡ് ബൈ എനി കൺസ്ട്രെയിൻസ്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റിനൗൺസ്, കർമ്മ സന്യാസം എന്ന് പറയുന്ന സ്റ്റേറ്റ്. അതാണ് ആ കർമ്മ സന്യാസത്തിൽ എത്തിച്ചേരാനായിട്ട് നമ്മളുടെ മനസ്സിന് വേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഭക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. Anticipation of the joys of the self, attainment of the joys of the self, and enjoyment of the joys of the self is our pure motivation. That is bhakti. An intellectual poise, emotional balance, and sense control. That is basically what Karma Yoga describes as a process. And that results in in understanding the unity in diversity. എല്ലാം ഒക്കെ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധത്തിലോട് കൂടി നമുക്ക് എത്തിച്ചേരുന്ന ഒരു ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയാണ് ഇക്വിപോയിസ്, ദാറ്റ് ഈസ് സെൽഫ് അവയർനെസ്. ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന നമ്മൾ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത്തോട് കൂടിയിട്ടുള്ള ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഐഡന്റിറ്റി ഉണ്ടാക്കുന്നു നമുക്ക്. Who am I? I am the self. And that sublimates selfishness, eliminating the force of fear and anger. ഫിയറും ആങ്കറുമാണ് അതിന്റെ എന്താ പറയാ ഈ സെൽഫിഷ്നെസ് ഉണ്ടാവുന്ന റിസൾട്ടാണത്. അങ്ങനെ നമുക്ക് ലിബറേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ, by identifying with the knowledge of the self, by identifying with the self and destroying all our sins through the sublimation of selfishness, by eliminating fear and anger, we reach a state of equanimity and equipoise, and which is called as the state of renunciation or the state of limitlessness, and that is the state of the infinite. ഇതാണ് തത്വം. ഇത് കോൺസെപ്ച്വൽ തത്വമാണ്. ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ ഒരു കോൺസെപ്ച്വൽ ആയിട്ടുള്ള സമറി. This state of renunciation and state of perfection, which is a reflection of infinitude, making you unbound and liberated. മോക്ഷം, അതാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്ന നമ്മളുടെ ഒരു പ്രവർത്തന ശൈലി. അപ്പൊ അത് ആ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു മനസ്സിന്റെ നമ്മളുടെ ആത്മതത്വത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെൽഫ് ഡയറക്ഷൻ ആൻഡ് റീച്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പിന്നീട് പറയുന്നത്. And that is being described here. Okay, 6. Uddharedatmanatmanam natmanam avasadayet atmaiva hyatmano bandhuhu atmaiva ripuratmanah and tam vidyad dukkha samyogam viyogam yoga sangitam sanischayena yoktavyo yogo nirvinna chetasa tapasvibhyodiko yogi ज्ञानेभ्योऽपि मतोऽधिकः कर्मेभ्यश्चाधिको योगी तस्माद् योगी भवार्जुन. So a self-directed person is somebody who raises his self by his own self, because you should never allow yourself to be degraded, to degrade yourself. For you alone are your friend as well as your enemy എന്ന് പറയുന്ന ആത്മാവിന്റെ ശക്തിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം. And understand that severance from the union with dukkha samyoga viyogam. That is basically what this ആത്മാവായിട്ട് ലയിക്കുക എന്ന് പറയുന്നത് ദുഃഖ സംയോഗ വിയോഗമാണ്. ദുഃഖങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്താണ്? ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്, മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ വ്യാപാരങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ദുഃഖങ്ങളെ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് ആത്മാവിൽ ലയിക്കുന്നതിനുള്ള ഏകമാർഗം. The identification with the bodily pleasures, emotions of the mind and the ideas of the intellect
lead to pleasure and pains of fleeting nature. അതിന്റെ പുറകെ പോകുമ്പോൾ. But the union with the self takes you to perennial bliss. എപ്പോഴും ആ ഒരു സന്തോഷത്തിൽ, ഒരിക്കലും നാശമില്ലാത്തതായിട്ടുള്ള സന്തോഷമായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നത് ഈ ആത്മനിർവൃതി, ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻസോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ്. Thus, this union should be practiced with determination and non-depressed heart. ഇതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളോ വ്യാകുലതയോ ഉണ്ടാവാണ്ട് നമ്മൾ ഇതിൽ വിശ്വാസത്തോടുകൂടി, ശ്രദ്ധാവാൻ ലഭതജ്ഞാനം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മെഡിറ്റേറ്റീവ് ആക്ഷൻ ഇൻ ഫ്ലോ ഈസ് ദ റിസൾട്ട്. നമുക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കൊരു പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട്, ഈ യജ്ഞഭാവത്തോട് കൂടിയിട്ട്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാത്ത റിനൗൺസ്ഡ് സ്റ്റേറ്റിലേക്കുള്ള അൺഅറ്റാച്ച്ഡ് ആക്ഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ക്വാളിറ്റി ലെവല് നമുക്ക് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് സുപ്പീരിയർ ടു നോളജ് ബേസ്ഡ് ആക്ഷൻ. അങ്ങനെ വെറും ജ്ഞാനത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലാതെ, ഇറ്റ് ഈസ് ഓൾസോ സുപ്പീരിയർ ടു സെൽഫ്ലെസ്നെസ്. ഈവൻ വെറും നിസ്വാർത്ഥമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അല്ലാതെ, ഇതെല്ലാം ഇതിന്റെ ഒരു കോമ്പിനേഷനാണ്. യു ആർ എ ട്രൂ പെർഫെക്ഷനിസ്റ്റ് ഇഫ് യു എൻഗേജ്. Okay, so meditative action is superior to mere action in renunciation. It is superior to knowledge-based action. It is also superior to selflessness in action. You are a true perfectionist if you engage in life in a state of flow, having renounced all egocentric ownership, and is endowed with this knowledge of the self, or this inspirations of intrinsic motivations, and being selfless to the core by applying the attitudes of Yajna Tyaga Samarpana Prasada Bhavas and being motivated fully by the self. If you do that, you are in a state of flow. You reach the state of flow, which is description of the perfection in action. A perfection in action in the state like that is what you will reach when if you do this. ഇതാണ് കർമ്മയോഗത്തിന്റെ സമ്മറി എന്ന് പറയുന്ന ഒരു 18 ശ്ലോകങ്ങൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ this becomes the 18 verse Karma-yoga. And so that is the first part of Gita-Intelligence. And before finishing, let us chant these slogas once more. And I have listed it out here. We can try to follow that and chant this. Each of those slogas once again. नासतो विद्यते भावो ना भावो विद्यते सतः उभयोरपि दृष्टोऽन्तः त्वनयोस्तत्त्वदर्शिभिः कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफलहेतुर्भू मा ते सङ्गोऽस्त्वकर्मणि योगस्थ कुरु कर्माणि सङ्गं त्यक्त्वा धनञ्जय सिद्ध्यसिद्ध्यो समो भूत्वा समत्वं योग उच्यते बुद्धियुक्तो जहातीह उभे सुकृतदुष्कृते तस्माद्योगाय युज्यस्व योगकर्मसु कौशलम् ध्यायतो विषयान् पुंसः सङ्गस्तेषूपजायते सङ्गात् सञ्जायते कामः कामात् क्रोधोऽभिजायते क्रोधात् भवति सम्मोहः सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति मन्नाद् भवन्ति भूतानि पर्जन्यादन्न सम्भवः
यज्ञात् भवति पर्जन्यो यज्ञकर्म समुद्भवः कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षरसमुद्भवम् तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् मयि सर्वाणि कर्माणि सन्न्यस्याध्यात्मचेतसा निराशीर्निर्ममो भूत्वा युध्यस्व विगतज्वरः चातुर्वर्ण्यं मया सृष्टम् गुणकर्म विभागशः तस्य कर्तारमपि मां विद्यकर्तारमव्ययम् ब्रह्मार्पणं ब्रह्म हविर्ब्रह्माग्नौ ब्रह्मणाहुतम् ब्रह्मैव तेन गन्तव्यम् ब्रह्म कर्म समाधिना तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्षन्ति ते ज्ञानम् ज्ञानिनस्तत्त्वदर्शिनः श्रद्धावान् लभते ज्ञानम् तत्परः संयतेन्द्रियः ज्ञानं लब्ध्वा परां शान्तिम् अचिरेणाधिगच्छति युक्तकर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्टिकीम् अयुक्तकामकारेण फले सक्तो निबध्यते कामक्रोधवियुक्तानां यतीनां यतचेतसाम् अभितो ब्रह्मनिर्वाणम् वर्तते विदितात्मनाम् उद्धरेदात्मनात्मानम् नात्मानमवसादयेत् आत्मैव ह्यात्मनो बन्धुः आत्मैव रिपुरात्मनः तं विद्यात् दुःखसंयोगम् वियोगं योगसंहितम् स निश्चयेन योक्तव्यो योगो निर्विण्णचेतसा तपस्विभ्योऽधिको योगी ज्ञानिभ्योऽपि मतोऽधिकः कर्मिभ्यश्चाधिको योगी तस्माद्योगी भवार्जुन So that is the first part of the concise Gita intelligence. If you have anything to discuss, we can.